കോരിയ കിണറ്റിലെ ഉറവുള്ളൂ. വിദ്യ കൊടുക്കും തോറും വർദ്ധിക്കുന്നു. കോരിയെടുക്കും തോറും കിണറ്റിൽ ഉറവ് വർദ്ധിച്ചു വരും. ഉറവ് ശരിയായി പ്രവർത്തിക്കുന്നത് അത് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും. വിദ്യയെ സംബന്ധിച്ച് ഇത് വളരെ ശരിയാണ്. മറ്റു ധനത്തേക്കാൾ വിദ്യാധനത്തിന് മഹത്വമുണ്ടല്ലോ. അത് നാം അന്യർക്ക് പകർന്നു കൊടുക്കും തോറും നമ്മുടെ അറിവ് വർദ്ധിച്ചു വരികയുള്ളൂ. മറ്റു ധനം എടുക്കും തോറും കുറയുകയാണല്ലോ പതിവ്. വിദ്യാധനമാകട്ടെ ഒട്ടും കുറയുകയില്ലെന്ന് മാത്രമല്ല, വർദ്ധിക്കുകയും ചെയ്യും. വെള്ളം കോരിയെടുക്കുമ്പോൾ കുറയുകയാണല്ലോ ചെയ്യുക. എന്നാൽ ഉറവയുണ്ടാകുന്നതിനാൽ ജലം വർദ്ധിക്കുകയാണിവിടെയും ചെയ്യുന്നത്. ദാനം ചെയ്യുന്നവരുടെ സമ്പത്തും വർദ്ധിക്കുന്നതു കാണാം. തന്നിഷ്ടം പൊന്നിഷ്ടം, ആരാൻ്റെ ഇഷ്ടം വിമ്മിഷ്ടം, തികഞ്ഞ സ്വാർത്ഥത. സ്വന്തം കാര്യം മാത്രം വളരെയേറെ ശ്രദ്ധയും താല്പര്യവും കാണിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ ഒട്ടും പരിഗണിക്കാതിരിക്കുക. ഇതാണ് ചിലരുടെ രീതി. നാം സമൂഹ ജീവികളാണ്. ഞാൻ, എൻ്റെ, എനിക്ക് എന്ന സ്വാർത്ഥ ചിന്തയോടെ മാത്രം ജീവിക്കുന്നവരെ സ്വാർത്ഥികളായി ലോകം പരിഗണിക്കൂ. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ നാം കണക്കിലെടുക്കണം. നാം നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നതായി തീരരുത്. അന്യർക്ക് ദ്രോഹം വരുന്ന കാര്യമാണെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുക തന്നെയാണ് നല്ലത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അപരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ ഈ സന്ദർഭത്തിൽ അനുസ്മരണീയമാണ്. പൊതുവാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പുകവലി പാടില്ല എന്നെഴുതിയത് കാണുമല്ലോ. അത് മാനിക്കാതെ പുകവലിക്കുകയാണെങ്കിൽ അത് സഹയാത്രികർക്ക് ദുസ്സഹമായിരിക്കും. അപ്പോൾ നാം മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇതും തികച്ച തെറ്റു തന്നെയാണ്. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ വള്ളം. ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാമെന്ന വിശ്വാസം. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അത് മാരകമായി തീരുമല്ലോ. അങ്ങനെയൊരു പ്രതിസന്ധി വന്നുപെട്ടാൽ അതിൻ്റെ മീതെ വഞ്ചിയിൽ സഞ്ചരിക്കാം എന്ന ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. പ്രതിബന്ധങ്ങൾക്ക് മുൻപിൽ സാധാരണക്കാർ അധികവും പകച്ചു നിൽക്കുകയാണല്ലോ പതിവ്. ലക്ഷ്യപ്രാപ്തിക്ക് വിഘാതമായ പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി മുൻപോട്ടു പോകുവാൻ ആത്മധൈര്യം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ആത്മവിശ്വാസമുള്ളവർക്കേ കാര്യങ്ങൾ ശരിയായി നിർവഹിക്കുവാനാവൂ. അമ്പരന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ശരിയായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മധൈര്യം വളർത്തിയെടുക്കാൻ നാം പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. തോൽവിയാണ് വിജയത്തിൻ്റെ നാന്ദി. നഷ്ടം നേട്ടത്തിനുള്ള പ്രചോദനമാണ്. പരാജയം നേട്ടങ്ങൾക്ക് പ്രേരണ നൽകുന്നു. നഷ്ടം നേരിടുമ്പോഴാണ് അത് നികത്തി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നാം ശ്രമിക്കുക. തോൽവി പിണയും തോറും വിജയിക്കാനുള്ള വീറും വാശിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത്തരം വാശി ഉത്ഭവിച്ചാലേ വിജയ സോപാനത്തിലേക്ക് കയറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരാജയത്തിൽ ഹതാശനായാൽ പിന്നെ ഒരു നേട്ടവും കൊയ്തെടുക്കാനാവില്ല. നിത്യാഭ്യാസി ആനയെടുക്കും. പരിശീലനം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി യാതൊന്നുമില്ല. നിത്യപരിചയം നമുക്ക് അസാധ്യമായതുകൂടി നിറവേറ്റുവാനുള്ള കരുത്ത് നൽകും. നിസ്സാര കാര്യങ്ങൾ പോലും പരിചയക്കുറവ് മൂലം നമുക്ക് ശരിയായി നിർവഹിക്കാൻ പ്രാപ്തരല്ലാത്തവരാക്കി തീർക്കും. പരിശീലനം കൊണ്ട് എന്തും ചെയ്യാനുള്ള വൈദഗ്ധ്യം നമുക്ക് നേടാനാവും. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ചില രീതികളുണ്ടാകും. അതനുസരിച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ സുഗമമായി നിറവേറ്റാൻ സാധിക്കും. പരിശീലനത്തിൻ്റെ അഭാവം നിമിത്തം ചെറിയ കാര്യങ്ങൾ പോലും ശരിയായി കൈകാര്യം ചെയ്യാൻ നാം അപ്രാപ്തരാകും. അതിനാൽ വൈദഗ്ധ്യം നേടിയ കാര്യങ്ങളായാൽ പോലും എന്നും പരിശീലനം ചെയ്യുന്നത് നല്ലതായിരിക്കും.